ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെഡി ആൻഡ് ബനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഫസ്റ്റ് ട്രാവൽ വീഡിയോ വിത്ത് അവർ നന്ദികേഷ്, ഞങ്ങളുടെ മോൻ്റെ പേര്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ വാവേൻ്റെ യൂസ്ഫുള്ളായ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ബാഗ് ഞാൻ വാങ്ങിയത് ആമസോണിനാണ്. നല്ലൊരു യൂസ്ഫുൾ ബാഗാണ് എനിക്ക്. വാവേൻ്റെ എല്ലാ സാധനം എനിക്ക് ഇതിൽ കൊണ്ടുപോകാം. ഫീഡിങ് ബോട്ടിൽ, പിന്നെ ഡൈപ്പേഴ്സ്, എല്ലാം വാവയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം ആ ബാഗിൽ വെക്കാൻ പറ്റും. സോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏട്ടന് ഇവിടെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് പുറത്തൊരു ലൊക്കേഷനാണ്. പിന്നെന്താ, നമ്മൾ പോകുന്നത് ട്രീ ഓഫ് ലൈഫ് ഫസ്റ്റ് ഓയിൽ വെൽ കാണാൻ വേണ്ടിയിട്ട് ആണ്. സോ പ്ലേസസിനെ പറ്റി, ട്രീ ഓഫ് ലൈഫ് ആൻഡ് ഫസ്റ്റ് ഓയിൽ വെൽ അവിടെ എത്തിയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് എനിക്ക് അറിയുന്ന ഇൻഫോർമേഷനൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രഗ്നൻസി ജേർണിയാണ്. സോ എൻ്റെ എല്ലാം ട്രാവൽ വീഡിയോസിൽ ഞാൻ കുറച്ച് പാർട്ടായിട്ട് എൻ്റെ പ്രഗ്നൻസി ജേർണി പറയാം. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ ഈസി ജേർണി. ഞാൻ എൻ്റെ ഇത് ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കം ബാക്ക് ആഫ്റ്റർ 1 year പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണി ഷെയർ ചെയ്യാം. സോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പറഞ്ഞാൽ മീൻസ് കാണുന്നവർക്കും ബോറടിക്കില്ല, ലൈക്ക് അതൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനും ആവും. സോ ഞങ്ങളുടെ ജേർണി തുടങ്ങിയത് 15th February 2021 ഡിസംബർ 2020 വി മെറ്റ് ത്രൂ ഭാരത് മാട്രിമോണി. വീട്ടുകാരൊക്കെ സംസാരിച്ചു, എല്ലാം ഓക്കെ ആയി തോന്നി. പിന്നെ നേരിട്ട് കാണണമല്ലോ. സോ ഞങ്ങളുടെ കോമൺ പ്ലേസ് ഞങ്ങൾ ഫൈൻഡ് ചെയ്തത് അത് കണ്ണൂരായിരുന്നു. ബിക്കോസ് ഐ എം ഫ്രം മുംബൈ ആൻഡ് ഹീ ഈസ് ഫ്രം കൊച്ചി. സോ കണ്ണൂർ വിൽ ബി ദി കോമൺ പ്ലേസ്. അങ്ങനെ വിചാരിച്ചിട്ട് കണ്ണൂരിൽ ഒരു മീറ്റപ്പ് വെച്ചു. സോ അങ്ങനെ കണ്ടു, അവിടെയെല്ലാം ഓക്കെ ആയി. അങ്ങനെ 15th February ഡേറ്റ് 2021 വി ഗോട്ട് മാരീഡ്. സോ അങ്ങനെ വിത്തിൻ 1 month ഓഫ് മാരേജ് ഞാൻ ജോയിൻ ചെയ്തു ബഹ്റൈനിൽ ഏട്ടന. പിന്നെ ബഹ്റൈനിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയൊരു എൻവയറമെൻറ്റ്, പുതിയൊരു കൾച്ചർ എന്ന് പറയാം നമുക്ക്. ഗൾഫ് കൾച്ചറെല്ലാം ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ഞങ്ങൾക്ക് സമയമെടുത്തു. ഐ വാസ് എ വർക്കിംഗ് ഗേൾ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സഡൻലി എൻ്റെ ഒരു വർക്ക് ലൈഫിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ അത് പിന്നെ ഒരു ഹൗസ് വൈഫ് ലൈഫ് അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് എനിക്ക് സമയം എടുത്തു. ബട്ട് മൈ ഹസ്ബൻഡ് സപ്പോർട്ടഡ് മീ വെൽ. സോ ആ സിറ്റുവേഷനൊക്കെ ഞാൻ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് 1 year ഇറ്റ് വാസ് ഫുൾ ഓഫ് ഹണിമൂൺ പീരിയഡ്. ബഹ്റൈനിൽ കുറേ പ്ലേസസിലൊക്കെ കൊണ്ടുപോയി ഹസ്ബൻഡ്. അങ്ങനെ ആ ഒരു വർഷം പോയത് നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഇയർ വന്നു 2022 ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് ഓക്കെ വി ഷുഡ് ഡു 1 checkup. സോ അങ്ങനെ ഞാനൊരു ഗൈനക്കിനെ കണ്ടു ബഹ്റൈനിൽ. എല്ലാം ചെക്കപ്പൊക്കെ ചെയ്തു. എവറിത്തിങ് വാസ് നോർമൽ, ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഗൈനക്കും പറഞ്ഞു ലൈക്ക് പ്രൊസീഡ്, നമുക്ക് നോക്കാം, പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ. സോ അങ്ങനെ 2022 പോയി. സോ അങ്ങനെ 2023 വന്നു. 2 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. 2 years ഈസ് എ ബിഗ് ഇയർ ഫോർ എവ്രി വൺ. 2 വർഷമായി, കുട്ടികളൊന്നും ഇല്ലേ, വിശേഷമൊന്നും ഇല്ലേ, അങ്ങനെ തന്നെ ആൾക്കാരുടെ ചോദ്യങ്ങൾ തുടങ്ങി. സത്യമായിട്ട് എനിക്ക് ആണെങ്കിൽ നാട്ടിൽ പോകാനും അത്ര മൂഡില്ല. എവിടെ പോയാലും ഇതന്നെ ആയിരിക്കും ചോദ്യം, എൻ്റെ കുട്ടികളൊന്നും നോക്കുന്നില്ലേ, വിശേഷമൊന്നും ആയിട്ടില്ലേ. അത് എല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇത്. എനിവേ വി കാൺ ചേഞ്ച് എനിവൺ. അതിപ്പം എത്ര 2025 ഇപ്പം ഞങ്ങൾ, അത് 2050 ആയാലും അത് ചേഞ്ച് ആവാൻ പോകുന്നില്ല.
പ്ലീസ് ഡോണ്ട് ആസ്ക് ദ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇത് കുട്ടികളാവുന്നത്, നിങ്ങൾ കല്യാണം എന്താ കഴിക്കാത്തത്, അതെല്ലാം അവരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്താ പറയുക, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതെല്ലാം ഒരു പേഴ്സണൽ തിങ്ങാണ്. അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളോട്. വെറുതെ ആൾക്കാരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ല. എനിക്കങ്ങനെ തോന്നാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇഫ് യു ആർ മീറ്റിംഗ് സം വൺ, യുവർ ഫ്രണ്ട് ഓർ വാട്ട് എവർ, ആരാണെങ്കിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കണം, ഹൗ ആർ യു, ഹൗ ഈസ് യുവർ ലൈഫ്. ഇതായിരിക്കണം മെയിൻ തിങ്. ബിക്കോസ് ഞങ്ങൾ ഹാപ്പിയാണോ അതാണ് ആദ്യം ചിന്തിക്കണ്ടേ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണോ ഇല്ലയോ. എനിവേ, വി കാൻ ചേഞ്ച് എനി വൺ. ഹോപ്പ് ഇനി വരുന്ന ജനറേഷൻ എല്ലാം മാറുമായിരിക്കും, അങ്ങനെ തോന്നുന്നു. എനിവേ, സോ അങ്ങനെ 2023 ഫെബ്രുവരി മന്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഫെബ്രുവരി മന്തിൽ ഞങ്ങൾ ജസ്റ്റ് വീട് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ജസ്റ്റ് വെക്കേഷന് വന്നതായിരുന്നു. വന്നിട്ടൊന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ സഡൻ എൻ്റെ സ്റ്റമക്കിലൊക്കെ പെയിൻ വന്ന് കുറച്ച് ബ്ലീഡിങ് ഒക്കെ ആയി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. സോ ജസ്റ്റ് ഇവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോ, അതാ നല്ലത്. മേ ബി UTI ആയിരിക്കും. ബിക്കോസ് ഇപ്പം ക്ലൈമറ്റൊക്കെ ചേഞ്ചായി വരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയം ചൂടൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ നാട്ടിൽ നിന്ന് വന്നതായിരുന്നു. നാട്ടിൽ നിന്ന് നല്ല ചൂടാണ് ഫെബ്രുവരി സമയത്തോ അങ്ങനെ. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് തണുപ്പും ചൂടും പിന്നെ കുറേ ട്രാവലിംഗ് ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കും അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറിനെ എനിവേ കാണാം അങ്ങനെ വിചാരിച്ചു. സോ ബാക്കി ഇതിൻ്റെ ഡോക്ടർ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്തത്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത്, അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ ഇനി ഈ വീഡിയോൻ്റെ മെയിൻ പാർട്ട്, ദാറ്റ് ഈസ് ട്രാവൽ പാർട്ട്. ട്രാവൽ പറയാൻ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ബഹ്റൈനിൽ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷനായ ട്രീ ഓഫ് ലൈഫ് പ്ലസ് ഫസ്റ്റ് ഓയിൽ വെൽ ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഞാനും ഹസ്ബൻഡും അവിടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് പാരൻസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആൻഡ് മെയിൻ വാവയും കൂടെ ഈ പ്രാവശ്യം ഉണ്ട്. സോ പാരൻസ് ഇവിടെ വന്നു. പ്രഗ്നൻസി ജേർണിയൊക്കെ ആയിരുന്നു. പ്രഗ്നൻസി സമയത്ത് വന്നിട്ട് അവർക്ക് അങ്ങനെ പുറത്ത് സിറ്റി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി വീട്ടിൽ തന്നെ ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. സോ ഇപ്പം കുഞ്ഞുവാവയും ഉണ്ട്. എല്ലാം ഞങ്ങൾ ഫ്രീ ആയി. വാവക്കൊരു 5 months ആവാനായി. സോ നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ട് കണ്ടെടുത്തത്. ദാറ്റ് ഈസ് ട്രീ ഓഫ് ലൈഫ് ആൻഡ് ഫസ്റ്റ് ഓയിൽ വെൽ. എന്താ പറയുക, ഇതാണിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഓയിൽ മ്യൂസിയം. ഇവിടെയായിരുന്നു ഫസ്റ്റ് ഓയിൽ വെൽ കണ്ടുപിടിച്ചത്. ഈ ഒരു കെട്ടിടമില്ലേ, അതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം. ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 5 o'clock ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ക്ലോസ് ആയി. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓയിൽ വെൽ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ജബൽ അൽ ദുഖാൻ. ബഹ്റൈൻ ആയിരുന്നു ഫസ്റ്റ് കൺട്രി ഓയിൽ വെൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാപ്കോ ആയിരുന്നു 1931 ഈ ഫസ്റ്റ് ഓയിൽ വെൽ കണ്ടുപിടിച്ചത്. ബഹ്റൈനിൽ പേർഷ്യൻ ഗൾഫ്, സദേൺ സൈഡിൻ്റെ പേർഷ്യൻ ഗൾഫിലായിരുന്നു. സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജബൽ അൽ ദുഖാൻ. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഈ ഒരു ഫസ്റ്റ് ഓയിൽ വെൽ നിങ്ങളിപ്പം കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പമ്പിൻ്റെ പോലെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കും ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറേ ഇങ്ങനെ സ്ക്രാപ്പാണ് ഇതൊക്കെ മോശമായി പമ്പുകൾ ഒരു സ്ഥലത്തിൽ അവർ സ്ക്രാപ്പായിട്ട് ഇവിടെ വെച്ചതായിരുന്നു. മേ ബി അവർ പിന്നെ അത് റിപ്പയറൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും.
സോ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഈ മെഷീൻസൊക്കെ ഇല്ലേ, വർക്ക് ചെയ്യുന്ന മെഷീൻസ്, ഇതാണ് ശരിക്കും ഈ ഓയിലൊക്കെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഡ്രില്ലിങ് ചെയ്തിട്ട് എടുക്കുന്നത് മെഷീൻസ്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. ബിക്കോസ് ഫസ്റ്റ് ഓയിൽ വെൽ ഫുൾ ഗൾഫിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഞങ്ങളുടെ ബഹ്റൈനിൽ വെച്ചിട്ടാണ്. സോ അതൊരു നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഇവിടെ ബാപ്കോൻ്റെ ഫുൾ ഒരു കമ്പനിയോ മീൻസ് ഫുൾ അവരൊരു പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഫുൾ ബാരൻ ലാൻഡാണ് ഇത്. ഒന്നുമില്ല ഇവിടെ, ഒരു റെസിഡൻഷ്യലോ ഒരു ഷോപ്പോ ഒന്നുമില്ല. ഫുൾ ഒരു ബാരൻ ലാൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. സോ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഈസ് ട്രീ ഓഫ് ലൈഫ് എത്തി. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അതൊരു ബാരൻ ലാൻഡിലൊരു ട്രീ കാണുന്നില്ലേ, അതാണ് ട്രീ ഓഫ് ലൈഫ്. ട്രീ ഓഫ് ലൈഫിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ ഈ ട്രീ ഓഫ് ലൈഫ് 400 years ഓൾഡാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ 9.75 meters ഹൈറ്റ് വരുന്നുണ്ട്, 32 feet. ഇത് ശരിക്കും ഒരു ബാരൻ ലാൻഡ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഫുൾ ഒരു ബാരൻ ലാൻഡ്. അവിടെ വേറെ ഒരു ട്രീസോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബാരൻ ലാൻഡിൽ ഇതൊരു ട്രീ ഇവിടെ ഇങ്ങനെ ഫുൾ ഗ്രീനിഷ് ആയിട്ട്, ഗ്രീൻ ലീവ്സ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ശരിക്കും ഇതൊരു മിറാക്കലോ അത്ഭുതമോ എന്ത് വേണമെങ്കിലും പറയാം. ബിക്കോസ് ഇത്ര ഒരു ബാരൻ ലാൻഡിൽ ഇവിടെ വല്ലത്തിൻ്റെ ബഹ്റൈനിലോ ഓൾമോസ്റ്റ് ലൈക്ക് റെയിൻസ് ഒന്നും അങ്ങനെ ഇല്ല. ഗൾഫ് കൺട്രീസിൽ റെയിൻസ് ഒന്നും ഇല്ലല്ലോ. എന്നാലും ഈ ട്രീ ഇങ്ങനെ ഫുൾ ഗ്രീനറി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രീൻ്റെ റൂട്ട്സ് പറഞ്ഞാൽ 160 feet ഡീപ്പാണ്. സോ ആൾക്കാരൊക്കെ പറയും ലൈക്ക് ഇറ്റ്സ് ഇനഫ് ടു റീച്ച് ദ വാട്ടർ. സോ അതുകൊണ്ടായിരിക്കും ഈ ട്രീ ഫുൾ ടൈം ഇങ്ങനെ ഗ്രീനറി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ ട്രീ 2009 നോമിനേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് 7 വണ്ടേഴ്സ് ഓഫ് നേച്ചർ ലിസ്റ്റിൽ. ആക്ച്വലി നമുക്ക് ആ ട്രീൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസ് എല്ലാം എടുക്കാം. ബട്ട് ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി പേഴ്സൺ ഉണ്ടായിരുന്നു. ഹി വാസ് നോട്ട് അലൗവിങ്. അവിടെ അവർ പറഞ്ഞു 5 o'clock വരെ സമയമുള്ളൂ. ആൻഡ് ഞങ്ങൾ ഓൾറെഡി 5 o'clock കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ. പിന്നെ ഇപ്പം നിങ്ങൾ ഒരു സ്റ്റേജ് പോലെ കാണുന്നില്ലേ, ട്രീ ഓഫ് ലൈഫ് വിസിറ്റർ സെൻറ്റർ, അവിടെ ഒരു ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു, ഒരു കേർവ് ഷേപ്പിൽ. അത് ഞാൻ പിന്നെ ഒരു ദിവസം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. മ്യൂസിയം പറഞ്ഞാൽ വേൾഡിലുള്ള ഏതൊക്കെ സ്ഥലത്ത് ഇങ്ങനത്തെ ഏജഡ് ആയ ട്രീസ് ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഇൻഫോർമേഷൻ അവിടെ വാളിൽ എൻക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കാണാൻ തന്നെ ഒരു രസമാണ്. കുറേ ഇൻഫോർമേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു സ്പെൻഡ് ചെയ്തത് വാവേൻ്റെ കൂടെയും പിന്നെ പാരൻസിൻ്റെ കൂടെയും ഒക്കെ. So ഈ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. And before ending this video, I just want to pay and tribute to all those who have lost their lives in this Jammu and Kashmir attack. So for more videos, please subscribe my channel. So until then, this is Ramita Nikhil signing off. Thank you. Take care.